സർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് നേരെയുള്ള ED റെയ്ഡും അന്വേഷണവും ഒക്കെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും അതിവൈകാരികമായ രംഗങ്ങൾ അരങ്ങേറുകയുണ്ടായി. രണ്ട് ഭാഗത്തും, അതായത് EDയുടെ ഭാഗത്തു നിന്നും CMRLൻ്റെ ഭാഗത്തു നിന്നും വലിയ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയുണ്ടായി. ഇനി വെള്ളിയാഴ്ചത്തേക്ക് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണാതെ പോകുന്ന അഥവാ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയമുണ്ട്. വീണ വിജയൻ്റെ വീട്ടിൽ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് CPM പ്രവർത്തകർ, ആബാലവൃദ്ധം CPM പ്രവർത്തകർ ആ റെയ്ഡിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന കാഴ്ച നാം കണ്ടു. റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ, CPMൻ്റെ മുൻ മന്ത്രിമാരായ B ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന B ജോയി, ഇങ്ങനെ CPMൻ്റെ സമുന്നതരായ പല നേതാക്കന്മാരും MLA-മാരും എല്ലാം തടിച്ചുകൂടി തന്നെയാണ് ഇത്തരം ഒരു പ്രതിരോധത്തിന് അവിടെ നേതൃത്വം നൽകിയത്, ആഹ്വാനം നൽകിയത്. 8.5 മണിക്കൂർ നേരമാണ് ED സംഘം പിണറായി വിജയൻ്റെ വീടിനകത്ത് വീണയെ ചോദ്യം ചെയ്തതും തെളിവുകൾ ശേഖരിച്ചതും എന്നാണ് പുറത്തു വന്ന വാർത്ത. ഈ ED റെയ്ഡിന് ശേഷം ED മടങ്ങിപ്പോകുമ്പോൾ തടിച്ചുകൂടിയ ഈ CPM-കാരിൽ പലരും അക്രമാസക്തരായി ED സഞ്ചരിച്ചിരുന്ന കാറ് തല്ലിപ്പൊളിക്കുകയും അതിൻ്റെ ചില്ല് തല്ലിപ്പൊളിക്കുക, ചില്ലുകൊണ്ട് കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ കണ്ണിന് സാരമായി പരിക്ക് പറ്റുക, പിന്നീട് ഈ കാറ് അടുത്ത് കണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു കയറ്റിയാണ് ഈ പ്രതിഷേധക്കാരിൽ നിന്ന് അവർ ജീവരക്ഷാർത്ഥം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയത് എന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു. 3 കാറിലും ഈ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇവർ ആക്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ പറയാൻ പറ്റിയ മറ്റൊരു കാര്യം, ED കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു വീട്ടിൽ റെയ്ഡ് നടത്തുക, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ റെയ്ഡ് നടത്തുക. ഈ റെയ്ഡ് കഴിഞ്ഞ് അവർ തിരിച്ച് അവരുടെ ഓഫീസിൽ എത്തുന്നത് വരെ അവരുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗം തന്നെയാണ്, അതായത് അവർ ഓൺ ഡ്യൂട്ടിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഡ്യൂട്ടിയിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടന്നിരിക്കുന്നു. പിണറായി വിജയൻ്റെ മകളെ ED ചോദ്യം ചെയ്യുന്നതും പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതുമായ സംഭവങ്ങൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി അവിടെ ഒരു പ്രതിഷേധം EDക്കെതിരെ ഉണ്ടാക്കുന്നു. വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ മകൾ CMRL നിന്ന് കോഴ വാങ്ങി എന്നുള്ള വിഷയം തമസ്കരിക്കുന്നതിന് വേണ്ടി പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ഒരു റെയ്ഡ് നടക്കുന്നു എന്നൊരു നറേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. എന്നാൽ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് 25ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ റിമാൻഡിലാണ് എന്നുള്ളതാണ് അറിയുന്നത്. ഇനിയും അറസ്റ്റുകൾ തുടരും. ഇവിടെയാണ് ഈ കേസിൻ്റെ വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. അതായത് ഈ പ്രവർത്തകർ, താഴെത്തട്ടിലുള്ള പ്രവർത്തകരും അതുപോലെ പ്രാദേശികമായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ തടിച്ചുകൂടി EDക്കെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ സ്വമേധയാ ഇവരാരും വന്നു ചേർന്നല്ല, ആഹ്വാനം ചെയ്തിട്ടാണ് ഇവരെത്തിയത്. മുതിർന്ന നേതാക്കൾ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം, മുൻ മന്ത്രിമാർ, MLA-മാർ അടക്കമുള്ള ആളുകൾ ആഹ്വാനം ചെയ്തിട്ടാണ് ഈ പ്രവർത്തകരെത്തിയതും ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ, കലാപങ്ങൾ ഉണ്ടാക്കിയതും. ഇവർക്കെതിരെ കേസെടുക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് കൃത്യമായി തന്നെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. EDയും ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു. കേരളത്തിൽ EDയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുൻ CPMൻ്റെ മന്ത്രിമാരും MLA-മാരും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാ അംഗവും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. അവരെ കൂടി കേസിൽ കക്ഷി ചേർത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകും. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു, വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം UAPA വരെ ചുമത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, സമകാലീന രാഷ്ട്രീയങ്ങളെ അതീവ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുന്ന ആളെന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീണ വിജയൻ ആരാണ്? റിയാസിനേക്കാൾ പ്രാധാന്യം വീണ വിജയനുണ്ടോ? റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ ഇതുപോലെ മുദ്രാവാക്യം വിളിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരും കോഴിക്കോടും പിണറായിൻ്റെ വീട്ടിലും റിയാസിൻ്റെ വീട്ടിലും റെയ്ഡ് നടന്നപ്പോൾ ഇതുപോലത്തെ അക്രമ സംഭവങ്ങളുണ്ടായില്ല. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? ന്യൂസ് വാല്യൂ കിട്ടണമെങ്കിൽ, പത്രക്കാരുടെ സാന്നിധ്യം കൂടുതൽ കിട്ടണമെങ്കിൽ
ഉറപ്പായിട്ടും ഇത് തിരുവനന്തപുരത്ത് തന്നെ നടക്കണം. പിന്നെ രണ്ടാമത്, തിരുവനന്തപുരത്ത് വീണ വിജയനെ സംരക്ഷിച്ച് താമസിപ്പിച്ചിരുന്ന പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ എന്നേ പറയാൻ പറ്റുള്ളൂ, മകളാകുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ല, അങ്ങനെ താമസിച്ചിരുന്നു. അവിടെ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ അവിടുന്ന് ED ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെ അവിടെ കിട്ടിയിട്ടില്ലായിരിക്കും, കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്നു അത് ബലമായിട്ട് മോചിപ്പിക്കാൻ, അല്ലെ ഫയലുകൾ നശിപ്പിക്കാനോ അത് എടുത്തു മാറ്റാനോ ഉള്ള ശ്രമമായിരിക്കും ഇവരവിടെ തടിച്ചുകൂടിയത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ക്രൈമിൻ്റെ എഡിറ്റർ നന്ദകുമാർ കോഴിക്കോട് സൂക്ഷിച്ചിരുന്ന ഫയലുകൾ റിയാസിൻ്റെ നേതൃത്വത്തിൽ പോയാണ് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റുകയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫയലുകളുടെ അപകടം എന്നാണെന്ന് ഇവർക്കറിയാം. അത് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കില്ലേ ഇവിടെ ഇയാളുടെ ഈ പേര് പിന്നെ മറന്നു പോകുന്നു, വീണ വിജയൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വിജയൻ്റെ വീട്ടിൽ നടന്നത്. ഇനി വീണ വിജയൻ അവിടെ താമസിച്ചിരുന്നുകൊണ്ട് മാത്രമാണ് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിലൊരു വേറൊരു ഗുണം കിട്ടി. പിണറായി വിജയൻ്റെ വീട്ടിലും കൂടെ റെയ്ഡ് നടത്താനൊരു അവസരം ആർക്കുണ്ടായി? അതിൻ്റെ ബുദ്ധികേന്ദ്രം ആരെന്ന് അന്വേഷിക്കണം. സാർ, ഇപ്പോൾ വീണ വിജയൻ അവിടെ താമസിക്കുന്നില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താൻ പറ്റുമായിരുന്നു. അല്ല, ഇവിടെയാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. കാരണം ഈ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരങ്ങളിൽ ഒന്നും തന്നെ ED കേസുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് EDയോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ചെന്നിട്ടുണ്ടായിരുന്നില്ല. അത് സാങ്കേതികമായി പറയാവുന്ന കാരണം ഇപ്പോൾ CMRLടക്കമുള്ള EDയെ തടഞ്ഞുകൊണ്ടുള്ള ഹർജി അല്ലെങ്കിൽ ED അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു. കേരള ഹൈക്കോടതി ED അന്വേഷണത്തിൻ്റെ ആ തടഞ്ഞുകൊണ്ടുള്ള ഹർജി നിഷേധിച്ചു തള്ളിക്കളഞ്ഞതിൻ്റെ പേരിലാണ് പിന്നീട് ED ദ്രുതഗതിയിൽ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന പ്രിവിലേജ് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഏതെങ്കിലും കാരണവശാൽ ചോദ്യം ചെയ്യുന്നതിന് നിയമസഭ സ്പീക്കറുടെ അനുവാദം വേണം, അതുപോലെ DGPയുടെ അനുവാദം മേടിച്ചിരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു സാങ്കേതികത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വീണ വിജയനെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ ഒപ്പം താമസിപ്പിച്ചിരുന്നത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇത്തരമൊരു അന്വേഷണം അല്ലെങ്കിൽ റെയ്ഡ് ഏത് നിമിഷവും ഉണ്ടാകും എന്നുള്ളത് പിണറായി വിജയൻ കാലേക്കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവായ മുഹമ്മദ് റിയാസിനോടൊപ്പം അവരെ താമസിപ്പിക്കാതിരുന്നത് എന്നൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതെന്ത് തന്നെയായാലും കോട്ടൂളിയിലുള്ള മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും പിണറായി വിജയൻ്റെ സ്വന്തം വീട്ടിലുമെല്ലാം ഒരേ സമയത്ത് തന്നെ ED റെയ്ഡ് ചെയ്തു എന്നുള്ളത് ഇത്തരം ആക്ഷേപങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. കാരണം EDക്ക് ആവശ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഇടങ്ങളുണ്ടോ, അവരെവിടെയൊക്കെ താമസിക്കാൻ സാധ്യതയുണ്ടോ, അവരെവിടെയൊക്കെ തെളിവുകളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ അവശേഷിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുന്ന സ്ഥലത്താണ് ED റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോടതിയുടെ ഉത്തരവോടുകൂടി ഇങ്ങനെ ഒരു അന്വേഷണത്തിന് വരുമ്പോൾ വീണ വിജയൻ എന്ന CPMലെ ഒരു മെമ്പർ പോലുമല്ലാത്ത ഒരാൾക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ CPMക്കാർ ഇങ്ങനെ തടിച്ചുകൂടി തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുകയും ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുകയും എന്താണ് എന്നുള്ളത് സാമാന്യ ജനത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ 2 കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടിൽ ആ 2 വ്യക്തികൾ 2 കമ്പനികൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം, അതാണ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിലും പറഞ്ഞിരിക്കുന്നത്. 2 കൂട്ടരും അതിന് GST അടച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ CPM എന്ന സംഘടനയ്ക്ക് എന്താണ് കാര്യം വീണ വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നതിന്? ഇതിന് കൃത്യമായൊരു ഉത്തരം ഇപ്പോഴും CPM നേതാക്കൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ CPM നേതാക്കൾ ഇവിടെ ഈ വീണ് കിട്ടിയ അവസരം വിനിയോഗിച്ചത് CPMന്റെ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് 2024 തെരഞ്ഞെടുപ്പിൽ നിന്നൊരു ക്ഷീണം മാറാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആളുകളെ, ഞങ്ങൾക്ക് പഴയ സംഘടനാ ശക്തി ഇപ്പോഴുമുണ്ട്, വീണ്ടും ഞങ്ങൾ സംഘടിച്ചു കഴിഞ്ഞാൽ കൊടുങ്കാറ്റിനെ പോലും പിടിച്ചു നിർത്താൻ പറ്റും, അവിടെ ED അല്ല അതിൽ വലിയ ഏതെങ്കിലും ഏജൻസികളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ സംഘടനാ ശേഷിക്ക് മുന്നിൽ മുട്ടുമടക്കി പിരിഞ്ഞു പോകും അല്ലെങ്കിൽ ഓടിപ്പോകും എന്നൊക്കെയുള്ളൊരു ധാരണ വരുത്താൻ കൂടി വേണ്ടി തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല വീണ വിജയനെ കോൺസെൻട്രേറ്റ് അവരെ ശ്രദ്ധിച്ച് അവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ED അവിടെ 8.5 മണിക്കൂർ നേരം ചോദ്യം ചെയ്യുന്നു, തെളിവെടുപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ അവിടെ വിലപ്പെട്ട രേഖകൾ തപ്പുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ നിന്നും തെരുവിലെ ഈ പ്രതിഷേധത്തിലേക്ക് മാധ്യമ ശ്രദ്ധ കൊണ്ടുപോകുന്നതിന് വേണ്ടി വളരെ ജാഗ്രതാപൂർവം അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം ഒരു നീക്കം നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇവിടെ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ട് പ്രകാരം
അതീവ ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ തലമുതിർന്ന CPM നേതാക്കൾക്ക്, മുൻ മന്ത്രിമാർക്ക്, MLA മാർക്കും അടക്കം കൈവിലങ്ങ് വീഴുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പോയിരിക്കുന്നത്. മാത്രമല്ല, അന്ന് കേരളത്തിലുണ്ടായിരുന്ന എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ഫൂട്ടേജുകളും ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്ന രംഗങ്ങൾ വരെ. ED ഉദ്യോഗസ്ഥർ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം ഫ്രോഡുകൾ അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡുകൾ അന്വേഷിക്കുന്ന PMLA ആക്ട് പ്രകാരം വൻ സാമ്പത്തിക ക്രമക്കേടുകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുന്ന കേസുകൾ കണ്ടെത്തുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമ്പോൾ അത് രാജ്യദ്രോഹ കുറ്റം തന്നെയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് UAPA ചുമത്തപ്പെടും എന്ന് പറയുമ്പോൾ ഇവിടെ ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസും MV ഗോവിന്ദനും V ജോയിയും അടക്കമുള്ള നേതാക്കൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തപ്പെടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ മുദ്രാവാക്യം വിളിച്ച സാധാരണ പ്രവർത്തകരെ ജയിലിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ ഇട്ടുകൊടുത്തുകൊണ്ട് തടി തപ്പി ശീതീകരിച്ച മുറിയിൽ തങ്ങൾക്ക് വിശ്രമിക്കാം എന്നുള്ള CPM-ന്റെ നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമോ? താങ്കളുടെ നിരീക്ഷണം 100% ശരിയാണ്. ഇവിടെ ഞാൻ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, എന്നാൽ പോലും മറ്റൊരു വിഷയം കൂടെ കാണുന്നത്, പിണറായി വിജയൻ പാർട്ടി അണികളുടെ മുമ്പിൽ സ്വയം വിവസ്ത്രനാക്കപ്പെട്ട ഒരു സംഭവമാണ് ED റെയ്ഡുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായത്. ഇത് ഞാൻ പറയുന്നതിന് കാരണം, നിയമസഭയിലും മറ്റ് പല അവസരങ്ങളിലും പറഞ്ഞിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മക്കളെ അതിൻ്റെ പേരിൽ കയറി ആക്രമിക്കാൻ ആരും നടക്കേണ്ട, കുഴൽനാടനെയൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. മടിയിൽ കനമില്ല. എൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ള പിണറായി വിജയൻ്റെ വാക്കുകൾ അണികൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ലെവലേശം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവർ EDയെ ഫോഴ്സ്ഫുള്ളായിട്ട് തടയാൻ വരില്ലായിരുന്നു. കാരണം വെറുതെ കാത്തു നിൽക്കുകയുള്ളൂ, തടയാനൊന്നും വരികയില്ല. അവിടെ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡാണ് റെയ്ഡ്, വെറുതെ പരിശോധനയാണ് പരിശോധന. ഓരോ ചായ പിണറായി വിജയൻ കൊടുക്കുകയാണെങ്കിൽ ഓരോ ചായയും കുടിച്ച് ചീച്ച് കളിച്ച് ബൈ ബൈ പറഞ്ഞ് ലാൽസലാം പറഞ്ഞ് അവിടുന്ന് പിരിയുമായിരുന്നു. ഒന്നുമില്ലായിരുന്നെങ്കിൽ. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത് അണികൾ പോലും വിശ്വസിച്ചിട്ടില്ല. എന്തൊക്കെ രഹസ്യങ്ങൾ അവിടെ ഉണ്ടെന്നും അത് ED കുത്തിപ്പോക്കാൻ പോവുകയാണെന്നും അത് കുത്തിപ്പോക്കി കഴിഞ്ഞാൽ തങ്ങളുടെ നേതാവ് വെള്ളത്തിലാകുമെന്നും കൃത്യമായി ഒരു ബോധ്യം അണികൾക്കുണ്ടായിരുന്നു. അണികൾ പിണറായി വിജയൻ പറഞ്ഞ് വിശ്വസിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഇനി അവിടെ വീണാ വിജയൻ അവിടെ താമസിപ്പിച്ചതിനെ പറ്റി നമുക്ക് പല 100 വ്യാഖ്യാനങ്ങൾ പറയാം. കോഴിക്കോടല്ലേ താമസിക്കേണ്ടത്, അങ്ങനെ ആയിരുന്നു, ഇതുവരെ താമസിച്ചിരുന്നത് അങ്ങനെയാണ് ആയിരുന്നു. അപ്പോൾ ഈ ലേബൽ അഡ്രസ്സ് അതാദ്യം മുഖ്യമന്ത്രിയുടെ ലേബലിലെ AKG സെന്ററിന്റെ ലേബലാണ് ഇവർ ഉപയോഗിച്ചത്. AKG സെന്ററിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. കമ്പനികാര്യ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തിരിക്കുന്ന ഒഫീഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നത് ഒഫീഷ്യൽ അഡ്രസ് അതാണ്. അപ്പോൾ അതേ സൂത്ര കൗശലം തന്നെ AKG സെന്ററിലേക്ക് കയറി ആരും ഒന്നിനും വരികയില്ല എന്നൊരു അമിതമായ ധൈര്യം, വരേണ്ടി വന്നാൽ വരും. അതായത് ഈ പാർട്ടി അണികളിലുള്ള വിശ്വാസം അവരെ രംഗത്തിറക്കി അല്ലെങ്കിൽ റോട്ടിലിറക്കി പ്രതിരോധം തീർത്ത് രക്ഷപ്പെടാമെന്നുള്ള ഒരു ഗൂഢമായ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് വേണ്ടി മനസ്സിലാക്കാൻ. അല്ല, പാർട്ടി അണികളുടെ വിശ്വാസം രണ്ടാമത് വേറെ സംഭവമുണ്ട്. കോഴിക്കോട്ടെയും കണ്ണൂരെയും പാർട്ടി അണികളിൽ പൂർണ്ണ വിശ്വാസം ഇല്ല. സാക്ഷാൽ P ജയരാജൻ തന്നെ നേതൃത്വം കൊടുത്തിട്ട് പോലും കോഴിക്കോട്ട് വലിയ കലാപങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ മുദ്രാവാക്യം വിളിച്ചവർ റിയാസിന്റെ പ്രഗത്ഭനായിരുന്ന DSPയുടെ അമ്മായിയച്ഛനുണ്ടായിരുന്ന സ്ഥലത്ത് അവിടെയും പ്രശ്നങ്ങളുണ്ടായില്ല. പ്രശ്നങ്ങളുണ്ടാക്കാൻ കുറേ മണ്ടന്മാർ നേതാക്കന്മാർ കാത്തു കെട്ടിക്കിടന്ന തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിട്ടു. അല്ല, ഇപ്പം ഞാനിതിൽ സംശയിക്കുന്ന ഇവരെല്ലാവരും കൂടി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് പണി കൊടുത്തോ എന്നുള്ളതാണ് മനസ്സിലാക്കുക. കാരണം പിണറായി വിജയന് നേരിട്ട് എതിർക്കാൻ പാടില്ലാത്ത ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇത്തരം ഒരു ആസൂത്രിതമായ നീക്കത്തിലൂടെ പിണറായി വിജയൻ എന്ന നേതാവിന് ഉണ്ടാക്കി കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ അപഖ്യാതിയാണ് ഇവരുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കാരണം ഈ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പിണറായി വിജയൻ തന്നെ പറയേണ്ടായി, എന്നെ ED ചോദ്യം ചെയ്തിട്ടില്ല, 8.5 മണിക്കൂർ നേരം അവരവിടെ ഉണ്ടായിരുന്നു, അവർ മകളോട് എന്തൊക്കെയോ ചോദിക്കുന്നു കേട്ടു, ഞാൻ അവസ്ഥയ്ക്ക് പോവില്ല. പിണറായി വിജയൻ അതിന് സാക്ഷി തന്നെയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഇവർ ആരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, എന്തിനു വേണ്ടിയാണ് CPM-കാർ തെരുവിൽ കുത്തിയിരുന്ന് സമരം ചെയ്തതും ഈ ED റെയ്ഡ് നടക്കുന്ന സമയത്ത് ഹെൽമെറ്റും വെള്ളക്കുപ്പികളും അതുപോലെ തന്നെ വടികളുമെല്ലാം അകത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ആർക്ക് വേണ്ടിയാണ്? വീണാ വിജയൻ CPM-ന്റെ ഒരു ഭാഗമല്ല, അവർ CPM-ൽ മെമ്പർഷിപ്പ് ഇല്ല. പിണറായി വിജയൻ എന്ന CPM-കാരൻ്റെ മകളായതിൻ്റെ പേരിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മുൻപ് കോടിയേരി
ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ED റെയ്ഡ് നടന്നപ്പോൾ ഇത്തരത്തിലുള്ള സാഹസ പ്രകടനങ്ങളൊന്നും കേരളം കണ്ടില്ല. അപ്പോൾ അവിടെയും ചില ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇത് പിണറായി വിജയന് നേരെ നടത്തിയ ഒരു ആക്രമണമാണോ എന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ പരിഹാസദ്യോതകമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെന്ത് തന്നെയായാലും ഏതർത്ഥത്തിലും നടത്തിയാലും ഈ സമരം ചെയ്യാൻ അണികളെ ഇറക്കിവിട്ടുകൊണ്ട് സേഫായ ഇടങ്ങളിലേക്ക്, സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറി നിൽക്കുന്ന നേതാക്കന്മാരുടെ ആ ഞൊടുക്ക് വിദ്യ ഇനി സാധ്യമല്ല. കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി തന്നെ ഈ നേതാക്കൾക്കെതിരെ തന്നെ കൊടുത്തിരിക്കുന്നു എന്നുള്ള വിശ്വസനീയമായ വാർത്ത പുറത്തു വരുന്നു. ED പ്രതിരോധിക്കുന്നതും ED വധിക്കാൻ ശ്രമിക്കുന്ന ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഉണ്ടായ വധശ്രമം ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം അവർ ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമരാഹ്വാനം ചെയ്ത, അതായത് ഈ രാജ്യദ്രോഹ കുറ്റപരമായ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസികളിൽ ഒന്നായ ഒരു ഏജൻസിയെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, വധശ്രമത്തിന് ശ്രമിച്ചു എന്നുള്ള കേസിന് UAPA കുറ്റം ചുമത്തി ഇവരെ ദീർഘകാലം തിഹാർ ജയിലിലടയ്ക്കും. കാരണം ഈ ഡൽഹി കോടതിയുടെ ജുറിസ്ഡിക്ഷൻ പരിധിയിലായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കേന്ദ്രാന്വേഷണ ഏജൻസികൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായതിൻ്റെ പേരിൽ തീർച്ചയായും അങ്ങനെയെങ്കിൽ തിഹാർ ജയിലിലായിരിക്കും പിൽക്കാലത്ത് ഇനി ശിവൻകുട്ടിയുടെയും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെയും എല്ലാം പാർട്ടി മീറ്റിംഗ് കൂടാനുള്ള സാധ്യത എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ കഴിയും. അതുവരെ നമുക്ക് കാത്തിരിക്കുക.